ഫബന എടുത്തു അസുക്കിയു ഇമാം സുക്കി റഹ്മഹുല്ലാഹ് അൽ ഖിലാഫ ഏത് ഖിലാഫ്? നുഖത്തു തംബീഹ് ഉണ്ടല്ലോ മുസന്നിഫിന്റെ, അതും ഇബ്നു സലാഹ് എന്ന് പറഞ്ഞു. മുത്തവല്ലിയും വമൻ വാഫഖഹു വേറെ പറഞ്ഞു. മുത്തവല്ലിയും ഗൈറുഹു വേറെ പറഞ്ഞു. മുസന്നിഫും ഇബ്നു സലാഹും വേറെ പറഞ്ഞു. അന്നഹു ലൗ കാന ലാഖിദു അൽ ഹാകിമ ഉതിബറത്തിൽ അദാലത്തുൽ ബാത്തിന എന്ന് നുഖത്തു തംബീഹിൽ പറഞ്ഞല്ലോ. ഇബ്നു സലാഹും പറഞ്ഞു. അതിന്റെ ഇടയിലും അതുപോലെ മുത്തവല്ലിയും അല്ലാത്തവരും വേറെയും പറഞ്ഞില്ലേ? ഫർഖില്ല. നുഖത്തു തംബീഹു ഇബ്നു സലാഹ് ഒരുപോലെ പറഞ്ഞു. ഉതിബറത്തിൽ അദാലത്തുൽ ബാത്തിന എന്നാ പറഞ്ഞു അല്ലേ? ഹാക്കിമാണെങ്കിൽ ലാ ഫർഖ എന്നാണ് ആരും പറഞ്ഞത്? ആ ഖിലാഫ് എങ്ങനെ വന്നു? ആ ഖിലാഫിന്റെ തുടക്കം എങ്ങനെയാണ് കണ്ടെത്തണം പോലും. അതെങ്ങനെയാ ഖിലാഫ് വന്നത്? സുൽക്കിയോ ബാക്കി സുൽക്കുൻ സുൽക്കി സുൽക്കിയല്ല സുൽക്കിയോ അൽ ഖിലാഫാൻ അൽ ഖിലാഫ ബൈനൽ മുസന്നിഫ് ഇബ്നു സലാഹ് വബൈനൽ മുതവല്ലി വമൻ വാഫഖഹു. ഏത് ഖിലാഫ്? മുസന്നിഫും ഇബ്നു സലാഹും മുതവല്ലിയും അല്ലാത്തവരും തമ്മിലുള്ള ഖിലാഫ്. മുസന്നിഫും ഇബ്നു സലാഹ് ഒരു പക്ഷത്ത്, മുതവല്ലിയും അവരുടെ അനുയായികളും വേറൊരു ഭാഗത്ത്. ആ ഖിലാഫ് എങ്ങനെ വന്നു? അത് അലാന്ന തസറുഫൽ ഹാകിമി ഹുക്കുമു, ഹാകിമിന്റെ തസറുഫ് ഹുക്കുമാണോ ഹുക്കുമല്ലേ? അതാദ്യം ഉറപ്പിക്കണം. അത് ഹാകിമ് ഒരു തസറുഫ് ചെയ്താൽ അത് വിധിയായിട്ട് കൂട്ടോ, അല്ലെ വെറും ഒരു പ്രവൃത്തിയായിട്ടാ കൂട്ടൽ? ഹുക്കുമ് ആണ് എന്നൊക്കെ എന്നെങ്കിൽ ഇഷ്ടർത്തു ഷാഹിദിന് അതിലായിരിക്കണം. അതെല്ലാം വേണ്ടി വരും. ഹുക്കുമാണെന്ന് പിന്നെ അങ്ങനല്ലേ? ഹുക്കുമൊന്നുമല്ല, സാധാരണ ഒരു ഫീൽ. എന്നാലോ എന്തായാലും സുഖീമാവൊരു കാര്യം പറയുന്നത് ജനറലായിട്ട് എന്ത് പ്രശ്നത്തിലും കാളിമാറുകയെ ഇടപെടാൻ പാടില്ല. പഠിപ്പിക്കണം പോലും അവരുടെ ഡീസൻറ്റിനനുസരിച്ച്. പറയുന്നവർക്കെല്ലാം തൊട്ടാനുള്ള ചണ്ടയാകാൻ പാടില്ല പോലും. ഒരു കാര്യവും തന്നെ സുമൂത്താകുന്നത് വരെ ചെയ്യാൻ പാടില്ല. ചെയ്താൽ സ്വഹിയാകുമെങ്കിൽ അതുകൊണ്ട് എന്നെ കെട്ടിക്കണമെന്ന് പറഞ്ഞിട്ടാണ്. എന്താ നിന്റെ പിതാവിന് എന്താ വഴക്കം എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യണ്ടേ? എല്ലാ സംഗതിക്കും സുമൂത്താണ് വേണ്ടത്. കാലിക്ക് കാരണം അവന്റെ പ്രവൃത്തി പോരായ്മയെ തൊട്ട് കാക്കൽ നിർബന്ധല്ലേ? അപ്പൊ എന്ത് വേണം? അവൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടി വന്ന് പറഞ്ഞ് എന്നെ കെട്ടിക്കണമെന്ന് ഒരു പെണ്ണ് പറഞ്ഞിട്ടുണ്ട്, കാതിയർച്ചോട് പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അന്ന് സ്വീകരിക്കാൻ പാടില്ല. രക്ഷിതാവിനെ കൂട്ടിച്ചു വന്ന് വന്നിട്ട് അട്ടിപ്പയക്കണം. സുഖീമാമ മുസന്നിഫിനോട് ഒത്തു, ഇബ്നു സലാഹിനോട് വിധിയിൽ ഇസ്തിറാത്തുൽ അദാലത്ത്. അതില് സുഖീമാമിനോട് സുഖീമാമ ആരോട് ഒത്തിട്ടുണ്ട്? മുസന്നിഫിനോട്. പക്ഷേ ഖത്തിന്റെ വിഷയത്തിലാണ്. ഖത്തിന്റെ തരീഖാണോ അല്ലേ? അങ്ങനെയാണ് ഖിലാഫ് എന്നൊരു ഖിലാഫ്. സുഖീമാമും മുസന്നിഫ് ഇബ്നു സലാഹും എല്ലാം ഹുക്മിൽ നിയമം ഇസ്തിറാത്തുൽ അദാലത്ത്. ഖത്തിന്റെ തരീഖാണോ അല്ലേ എന്നുള്ളതാണ്. ഖത്ത് എന്ന് പറഞ്ഞെടുത്താണ് ഒരു ചൂടായത്. വല്ലദീയത്തജിഹു അഖ്ദം മിൻ ഖൗലിഹിം ലൗ തലബ മിൻഹു ജമാഅത്തുൻ ബിഐദീഹിം ആലുൻ ലാ മുനാസിയ ലഹും ഫീഹി ഇസ്മതഹു ബൈനഹും ലം യുജിബുഹും
പൊതുവെ പറയാനുള്ളത് സാധാരണക്കാർക്ക് ചെയ്യും പോലെ ആർക്ക് ചെയ്യാൻ പറ്റില്ല. കാളിമാർക്ക് അവരുടെ കൗലിൽ നിന്ന് പിടിച്ചുകൊണ്ട് എന്താണ് കൗലി? കാളിയോട് ആവശ്യപ്പെട്ടു ഒരു വിഭാഗം ആൾക്കാർ, അവരുടെ കയ്യിൽ ഒരു മുതലുണ്ട്, മുനാസിയില്ല, അത് വേറൊരാളുടേതാണെന്ന് ബാധിക്കാൻ ആളുണ്ട. ഇസ്മത്തഹു ബൈനഹും, എന്താ ആവശ്യപ്പെട്ടത്? ലം യുജിബുഹും, ഒറ്റയടിക്ക് ഓയിൽ വെച്ച് കൊടുക്കരുത്, ഒന്ന് സ്വീപ്പാക്കണം. ഒരു ഈ ജമാഅത്തിന്റെ അടുത്ത് ഒരു മുതലുണ്ട്, അത് വേറൊരാളുടേതാണെന്ന് അവകാശവാദം ഇല്ല. ഓഹരി വെക്കാനാ അവർ പറയുന്നത്, ഉടനെ ഓഹരി വെച്ച് കൊടുക്കരുത്. അവരുടെ മിൽക്കാണെന്ന് തെളിയിക്കാൻ പറയണം. അത് നിങ്ങളുടേതാണെന്ന് എങ്ങനെ ഞാൻ അർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു. എന്നെങ്കിലല്ലേ ഓഹരി വെച്ച് തരത്ത്. അവർ തെളിവായി പറഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി പിന്നീട് കാളി കിസ്മത്താക്കലോട് കൂടി അവരുടെ മിൽക്കാണെന്ന് കാളി ശരിവെക്കലാവും. നോക്കുമ്പോ കട്ടിട്ട് വന്നതാ പറ്റായിരിക്കും. കാളി ഓഹരി വെച്ച് തന്ന് അപ്പൊ കാളി ശരി വെച്ച് കാളിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഓഹരി വെക്കോ എന്നെല്ലാം മുറ്റത്താക്കുമ്പോഴേ, അതുകൊണ്ട് എന്ത് വേണം ഓഹരി വെക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് കിട്ടുന്നത്, ആ കൗലിൽ നിന്ന് കിട്ടുന്നത് അന്നഹൂലായതവല്ലല്ലഖ്ദാ, അവൻ നിക്കാഹ് നടത്തി കൊടുക്കരുത്, ഇല്ലാ ബിഹദറതി മൻ സബതത് ഇൻദഹു അദാലത്തുഹുമാ, അദാലത്ത് സ്ഥിരപ്പെട്ട ആളുടെ അദാലത്തിൽ വെച്ചല്ലാതെ ആളെ നിക്കാഹ് നടത്തി കൊടുക്കരുത്. അദാലത്തുള്ള ആളെ തന്നെ കിട്ടാനുണ്ടാവില്ല. മസ്തൂറിന്റെ ആവശ്യമുണ്ടോ? എന്ത് വേണോ എന്നാണ് ഈ അനുഭവത്തിൽ നിന്ന് കിട്ടുന്നത്. എന്നും മനസ്സിലാക്കപ്പെടണം. ഇതൊന്നും സിഹത്തിന്റെ ശർത്തേ അല്ല. ചെയ്താ സ്വഹിയാകും. ഇത് ചെയ്യൽ ജായിസാവാനുള്ള ശർത്താണ്. ചെയ്താ സ്വഹിയാകേണ്ടൊന്നുമില്ല. ഒരാളും പറയാണ്ട് തന്നെ ഹാക്കിമ് ചെയ്താൽ തന്നെ ചെയ്താ സ്വഹിയാവൂലേ? ഈ പരിപാടിയിൽ അവൻ ഔദ്യോഗികമായി ക്ഷണിക്കപ്പെടാതെ ഇതിന് ഏറ്റെടുത്തു, ആ തെറ്റ് മാത്രം ഇതേ വരുള്ളൂ. വലുവാക്കഥ ഇനി പുതിയ മസല പറയാൻ ഹാക്കിമ് അങ്ക് നടത്തി മസ്തൂറായി അയാളുടെ ഇടങ്ങേർ പോയി. لم يصحا dan sayawo da sayagatu ബൈനല്ല lam yasiha kama yati, അത് മത്തിലിൽ തന്നെ ഉണ്ടല്ലോ, അടുത്ത് തന്നെ. നിക്കാഹ് ശരിയാവില്ല. kama yati പറ്റൂല. അവിടെ അതെ പലവുമാന ബിസ്കുറ്റായ അതന്നെ മത്തിന് തന്നെ ഉണ്ട്, അത് ഉള്ളിൽ തന്നെ ഉണ്ട്, അതേ പേജിൽ തന്നെ ഉണ്ട്. പേജല്ല അതേ പേജിൽ പറയുന്നുണ്ട്. ഇവിടെ എന്താ കെട്ടുമ്പോൾ നമ്മൾ തിരിച്ചറിയാഞ്ഞിട്ട് പോലും എന്താ സഹിയാകാൻ കാരണം അല്ലേ? മുത്തവല്ലി പറഞ്ഞതിന് ന്യായം ഉണ്ട്. മുത്തവല്ലി എന്താ പറഞ്ഞത്? അർക്കില്ല. അപ്പൊ അർക്കില്ല എന്ന് പറഞ്ഞതിന് ന്യായമുണ്ട്. എന്താ? അന്ന തസറുഫൽ ഹാകിമി ലൈസ ഹുക്മൻ ഇല്ലാ ഫീ ഖളിയത്തിൻ റുഫിയത്ത് ഇലൈഹി ലിയുത്ലബ മിൻഹു ഫസ്ലുൽ അംരി ഫീഹാ. മുത്തവല്ലിക്ക് പറയേണ്ട ആവശ്യമുണ്ട്, സന്ദർഭമുണ്ട്. എല്ലാരെയും പോലെ തന്നെയാണ് ഖാദി എന്ന് പറയാൻ കാരണം മുഅ്തമദ്
ഹാക്കിമിന്റെ എല്ലാ തസറുഫും ഹുക്മല്ല. ഒരു പ്രശ്നത്തിൽ അയാളോട് ചോദിക്കാൻ പോയി അയാൾ മറുപടി പറഞ്ഞു. ആടെ മാത്രമേ ഹാക്കിമിന്റെ പ്രസ്താവന ഹുക്കുമാകുന്നുള്ളൂ. ബാക്കി നാട്ടിൽ നടപാടുന്ന മുഴുവൻ അമലും ഹാക്കിമ് ഹുക്കുമ ചെയ്തതായിട്ടാ കൂട്ടണ്ടി. എന്തിനാണ് റുഫിയത്ത് ഇലൈഹി അതിൽ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിട്ടുനിന്നിട്ടുണ്ടാവും. അപ്പൊ അതിൽ നമ്മൾ ഉത്തരം പറയുമ്പോൾ ആ ഉത്തരം ഉച്ചത്തായില്ല എന്താവും? ഹാക്കിമിലേക്ക് ഉയർത്തപ്പെട്ടു ചോദ്യം വന്നു ഒരു നിക്കാഹിനെ പറ്റി. കാണുമ്പോഴേക്ക് തന്നെ സഹീഹാണ് എന്ന് വിധി പറയാൻ പറ്റോ? ഇല്ല. അതെ, അദാലത്തെല്ലാം ഒന്ന് ചോദിച്ച് ആരാ ഉണ്ടായി, ആരാണ് സാക്ഷി, ഓ നല്ല ആളഞ്ഞ ഓനോ നിങ്ങൾ വിളിക്കുന്നില്ല എന്താക്കിയ കലി ഒരു ചട്ടവും മട്ടവും ആക്കലി കഥീന്റെ മുമ്പിൽ ഒരു കനവും കഥവും വന്നു. ഭാര്യ ഭർത്താക്കന്മാർ തർക്കിച്ചു. ഒന്നും തള്ളു എന്താ ഒന്നും തള്ളു? അവർ രണ്ടാളും സമ്മതിച്ചവരാണ്. കാദിന്റെ മുമ്പിൽ ഞങ്ങൾക്കിടയിൽ നിക്കാഹ് നടത്തിയിട്ടുണ്ട് ഉറപ്പാണ്. അന്ന് സാക്ഷിയായിട്ട് ആരാ ഉണ്ടായത്? മസ്തൂറാണ്. അതോർ പറയുന്നുണ്ട് നിക്കാഹ് നടന്നതാണ്, ഇത് ഭർത്താവാണ്, ഞാൻ ഭാര്യ. എന്തിനാണ് അവർ തർക്കിച്ചത്? നഫക്ക കിട്ടാൻ. നഫക്ക കിട്ടിയിട്ടില്ല. ഇന്നത്തെ വേണ്ടേ, ഇന്നലത്തെ വേണ്ടേ, മുഞ്ഞാമത്തെ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് നഫക്ക എന്നാ ഹകമ പൈനവും നഫക്ക കൊടുക്കാൻ വിധിയാക്കിക്കൊള്ളണം. ഇവിടെ നിക്കാഹ് സ്ഥിരപ്പെട്ടിട്ടില്ല. മസ്തൂരിനെ കൂട്ടിക്കൊണ്ട, പക്ഷെ ആ നിക്കാഹ് നടത്തിയതല്ല. നിക്കാഹ് നടത്തിയതിന് പോലും ഇനി നഫക്ക വാങ്ങിത്തരണമെന്നാ പറയും. അല്ലെ നഫക്ക തരാത്തതിന്റെ പേരിൽ മസ്കാക്കി തരണം. എന്നാലും അത് മറ്റേ ഇങ്ങനെ പറഞ്ഞ നിക്കാഹ് വേണ്ടിക്കല് അദാലത്ത് തെളിയണോ? അനിവൻ നിക്കാഹ് നടത്തുന്നുണ്ടാ? നിക്കാഹിനെ സംബന്ധിച്ച് തുടർന്ന് വന്ന ഒരു മസലയില് ഉത്തരല്ലേ പറയും. നിക്കാഹ് ആരോ നടത്തിയതല്ലേ, ആ നടത്തിയത് ശരിയാണ് വെച്ചോളി, നിങ്ങൾ നടത്താൻ നിൽക്കണ്ടെന്നേ ഉള്ളൂ. ഫിസ്കാണെന്ന് പറഞ്ഞാൽ പിന്നെ നഫക്ക വാങ്ങി കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ഇവൻ വിധി പറയുന്ന താപയിലാണ്. നിക്കാഹ് നടത്തി കൊടുക്കല്ലേ ഇത്. പിന്നെ മുമ്പ് പറഞ്ഞെന്താ? നിക്കാഹിന്റെ താത്താണ് ഇതോ. അപ്പൊ അന്നത്തെ നിക്കാഹ് ശരിയല്ല, അത് സത്യമാണെന്ന് ആദ്യം തെളിയിക്ക് എന്നൊന്നും നിങ്ങൾ പറയാൻ നിൽക്കണ്ട. നഫക്ക വാങ്ങി കൊടുത്താൽ മതി. അന്ന് നിക്കാഹ് നടന്നത് അന്ന് ഉസ്താദന്മാരുണ്ടായി. മസ്തൂറുൽ അദാലത്താണ് അന്ന് സാക്ഷിയായിട്ടുണ്ടായത്. അതാണ് നിക്കാഹ് നടത്താൻ വേണ്ടി പറയുമ്പോൾ. അല്ലെങ്കിൽ ഈ നിക്കാഹ് ശരിയാണോ? ആരാ സാക്ഷി? ഒരു മസ്തൂറും മറ്റേ മസ്തൂറും പോരാ. ആടെയാ പറഞ്ഞു. ഇത് നിക്കാഹിനെ പറ്റിയല്ല ചോദ്യം. നിക്കാഹ് ശരിയാണെന്ന് ശരിവെച്ചുകൊണ്ട് നഫക്ക വാങ്ങിത്തരാനാ പറയും. എന്താ വേണ്ടി? തബീഹുൻ ظاهر كلام الهناطي بل صريحه أنه لا يلزم الزوجة പുതിയാപ്പിളക്ക് നിർബന്ധമില്ല അൽവഹ്ഫു അൻ ഹാലിൽ വലിയ വസ്തുഹൂദ്. വലിയ വലിയ തന്നെയാണോ അല്ല മാദീനോ സാക്ഷി ശരി തന്നെയാണോ, അതുപോലെ വലിയ പെണ്ണിന്റെ സമ്മതം എടുത്തണോ, ഒന്നും നോക്കണ്ട. എല്ലാം ശരിയാണെന്ന് വെച്ചിട്ട് അടക്കേറിയിരുന്നാൽ മതി. പക്ഷെ ഇന്നത്തെ കാലത്ത് പറ്റോ? പിൻഗാമികൾ നിർബന്ധമാക്കി മുഴുവനും ചോദിച്ചറിഞ്ഞിട്ട് ആരാ വലിയ ഈ പെണ്ണ് എത്രാമത്തെ വാകലാണ്. എല്ലായിടത്തും പാട്ടുണ്ടാവും. നമ്മൾ ചോദിച്ചാലേ അതിന്റെ ഒഴിവുകള് പുറത്തിറങ്ങുള്ളൂ. പെണ്ണ് വാങ്ങുപ്പ കെട്ടിക്കുന്നു എന്ന് പറയൂ, സമ്മതം എടുക്കാണ്ട് വരും. ചിലപ്പോ രണ്ടാമത്തെ കെട്ടലായിരിക്കും. പെണ്ണിന്റെ ഭർത്താവ് മിഞ്ഞാന്ന് മരിച്ചു അപകടത്തിൽ.
അങ്ങനെയെല്ലാം വരുന്നുണ്ട്. അപ്പൊ ചോദിച്ച് അറിയുന്ന വേണം. ഉമ്മാൻ്റെ ആങ്ങളെ വലിയ കൈ കൊടുക്കേണ്ട ആളാണ് എന്ന് കണ്ണൂർ ജില്ലയിലില്ലേ. ഉമ്മാൻ്റെ ആങ്ങളാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആളാന്ന് തോന്നും. കാക്കാന്ന് പറഞ്ഞാൽ കണ്ണൂർ. അപ്പൊ അങ്ങനത്തെ എല്ലാം മുത്തല നടക്കുന്നത് കൊണ്ട് ക്രോസ് ചെയ്യാണ്ട് എത്രത്തോളം പോകുന്ന ആള് തന്നെ ക്രോസ് ചെയ്യണം പോലെ. ഇതാരാ കൈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു, അയാൾക്ക് കൈ കൊടുക്കാൻ മാത്രം അർഹത ഉണ്ടോ എന്നാക്കിയിട്ട് മകരെ പിടിക്കണമെന്നാ പറയും. ഉച്ചക്കാട് ഞാൻ നിൽക്കാതിന് പോയില്ലേ, ഭക്ഷണം കൊണ്ടേക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ആരതാ നിൽക്കാതെ നിങ്ങളത് ഏത് പെണ്ണിനെ കെട്ടും? ഇന്ന പെണ്ണിനെ. പെണ്ണിന് ഉപ്പ ഉണ്ടാ? ഉപ്പ പണ്ടേ 35 കൊല്ലായി ഉസ്താദെ പാഞ്ഞിട്ട്. ഓനുണ്ടോ ഇല്ലയോ, ഹയാത്തിലുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. നിധി ആരാ കെട്ടിക്കുന്നു? ആങ്ങളെ കെട്ടിക്കുന്നവർ. ഉപ്പ ഇല്ലെങ്കിൽ പിന്നെ ആങ്ങളെ തന്നെയല്ലേ വേണ്ടത്. ഉപ്പ ഉണ്ടാ? ഉപ്പ ഇല്ലെങ്കിൽ ആങ്ങള. ഉടനെ ഞാൻ പറഞ്ഞു ഇങ്ങോട്ടിരുന്നു, നിങ്ങളോട് ആരാ പറഞ്ഞു ആങ്ങളെ കെട്ടിക്കും? പോയി അവിടെ പോയി. ഈ രക്ഷിതാവ് ഫഖ്ദായാൽ എന്താ വേണ്ടി? ഓർ പറയുന്നത് ഉപ്പ ഇല്ലാഞ്ഞാ പിന്നെ ആങ്ങളെ തന്നെയല്ലേ ഉസ്താദ്. ഉപ്പ ഇല്ലാഞ്ഞാ പിന്നെ ഉപ്പാന്റെ സ്ഥാനത്ത് ചക്കീക്കായാക്കുന്നല്ലേ. അല്ല, അത് മരിച്ചാലും എന്താ ഫഖ്ദി, ഈ ഫഖ്ദിന്റെ നേരത്ത് കാളിക്കാവിലായത്. അങ്ങനെയാണെങ്കിൽ കാളി ഞാൻ തന്നെയല്ലേ, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെയാകുമ്പോ വേറെ ഇടങ്ങാറ് കാഞ്ഞങ്ങാടാന്ന് മംഗലം പറ്റും ഓടിച്ചൊളിയെത്തി. കാഞ്ഞങ്ങാട് നടക്കുന്ന നിക്കാഹിന് കാളിയാർക്കാർക്ക് വിലായത്തുണ്ടാ, പള്ളിക്കല കാളിക്ക് വിലായത്തുണ്ടാ, ആടത്തെ കാളിക്കല്ലേ. അപ്പൊ ഡിഗ്രി വിട്ടുപോയല്ലേ വരണ്ടി. അവരുടെ മഹലിൽ നിക്കാഹ് വിട്ടാൽ അവരല്ലേ എന്നാ അവരെല്ലാം മാറ്റി വിളിക്കുന്നു പറഞ്ഞിട്ട് നിക്കാഹിന് ഇങ്ങേക്ക് വിളിച്ച് ചോറ് വയ്ക്കാൻ അങ്ങ് പോയിക്കോ. എല്ലാവരും കേട്ടിട്ടുണ്ടാകും പള്ളിക്കര വേണം. കാളിക്ക് മഹലിന്റെ വിലായത്തിന്റെ പുറത്ത് സ്വീകാര്യതയില്ല. നിങ്ങളാന്ന് ഓടിച്ചോറിയോ മാറ്റി. കാഞ്ഞങ്ങാട് നടത്തുന്നുണ്ടെങ്കിൽ കാഞ്ഞങ്ങാട് കാളിയാ വേണ്ടി, ഇങ്ങനെ കാണിയായി നിൽക്കാനേ പറ്റൂ. അല്ല അത് പറ്റൂല, ഞാൻ കാളിയാകുമ്പോൾ ഞാൻ തന്നെ കട്ടിക്കലല്ലേ ചെയ്യുന്നത്. എന്നാൽ ഇങ്ങോട്ടേക്ക് വിളിക്ക്, മയില് വിലായത്തിൻ്റെ ഉള്ളിലേക്ക് അവരുടെ മുറ്റത്തേക്ക് കൊണ്ടാന്ന്. എല്ലാവരും ഇപ്പം കാനത്താന്ന്, കാനത്ത് കഴിഞ്ഞിട്ട് ആഹാരത്തിൻ്റെ അങ്ങോട്ടേക്ക് തന്നെ പോയിക്കോളാം. ഓഡിറ്റോറിയത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം അടുത്തന്നെ നിന്നോ. നമ്മൾ ഇപ്പോൾ കാനത്ത് കഴിഞ്ഞിട്ട് വരും, ഇടുന്ന കാനത്ത് കണ്ട. അതെല്ലാം ഓപ്പറേഷൻ ചെയ്ത് ചോദിക്കേണ്ടി വരും. അഖദിന്റെ മേലെ എടുത്തു ചാടുക ഹറാമാണ്. അല്ലേ? ആ പറഞ്ഞത് ദൗജൈനിയിലുള്ള ശക്കല്ലേ അല്ലേ? ആ ഇമാം 227 അന്നഹുമാ അൽ മഖ്സൂദാനി ബിദാത്തി. നിക്കാഹിന്റെ റെസ്പോൺസിബിൾ ആരാ? ദൗജൈനിയാണ്. അപ്പോൾ ഓർ നല്ലോണം ചിന്തിക്കണം. ഓർക്കൊരു ഇഷ്കാലം അവരുടെ ഹൃദയത്തിൽ ബാക്കി വരാൻ പാടില്ല. ഇങ്ങനെ ഇങ്ങനെ ഇത് എന്നുള്ള ഒരു അമ്മോ കമ്മോ ബേജാറോ ആയിരിക്കും ഒന്നുകൂടാ. പക്ഷേ ഭാവിച്ചിട്ടില്ലെങ്കിൽ ഇത് ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ? ഇല്ലെങ്കിൽ ഒന്നും നോക്കാണ്ടങ്ങനെ നിക്കാഹ് നടത്തി ഫസാദ് ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ നിക്കാഹ് പോയതല്ലേ. ഇല്ലെങ്കിൽ നിക്കാഹ് സ്വയം അല്ലേ? ആടാ എന്താ ഇബാറത്ത് ഹൈസുലം യദുന്ന ഉജൂദ മുഫ്സിദിൻ ലഹു എന്നല്ലേ ഉള്ളത്. അങ്ങനെ എല്ലാണ്ടും നിസ്കലുണ്ട്.
ഇബ്നു ഖാസിം നോക്കി ഹൈസു മുന്ന വുജൂദു ശുറൂത്തി. ഇതിന് മോഡൽ മാറി, അത് വേറെ മോഡൽ തന്നെയായി. ഹൈസു മുന്ന വുജൂദു ശുറൂത്തി അവിടെ വാവ് വേണ്ട. ഇബ്നു ഖാസിം ആ നുസ്ഖ അനുസരിച്ച് വാവ് വേണ്ട, ഹൈസു എന്നല്ല, ഹൈസു മുന്ന വുജൂദു ശുറൂത്തി. അത് വേറെ തന്നെ മോഡലായില്ല അർത്ഥം. അതിനെ തുടർന്നുകൊണ്ട് സംശയവും പറഞ്ഞിട്ടുണ്ട് ഇബ്നു ഖാസിമിനും ചെറുവാനും. സൗജൈനിയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ലേ എന്നെല്ലാം കൂടി. ഹൈസുലം യമുന്ന എന്നതിൻ്റെ ചെറുഹ് വായിക്കും ചെറുവാനി. ഇബാറത്തു നിഹായ ഹൈസുലുന്ന വുജൂദു ശുറൂത്തിഹി. ഹൈസു അപ്പം വാവ് വേണ്ട. ഇബ്നു ഖാസിമിൽ വാവ് പറ്റൂല. ഇബ്നു ഖാസിമിൽ വാവോടെ വന്നു പോയിന്ന്. അങ്ങനെ നുസ്ഖയില്ല, വാവില്ലാണ്ടുണ്ട്. നിഹായൻ്റെ നുസ്ഖ തന്നെ അങ്ങനെ ഉണ്ട്. അപ്പൊ ചോദ്യവും വരും, എങ്കിൽ സൗജന്യായിട്ട് എന്താ വ്യത്യാസം, എങ്കിൽ സൗജന്യായിട്ട് എന്താ വ്യത്യാസം? ആ ചോദ്യത്തിന് ഉത്തരവും പറയേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ത്വയ്ഫ ഉദ്ദേശിച്ചത് ആരംഭത്തിലല്ല, സൗജൈനീനെ വേറെയും ആടെ മുന്നാനുള്ള പ്രയോഗം സൗജൈനീന്റെ കാര്യത്തിൽ 225 അവർക്ക് തന്നെ വേണം. ഇവിടെ വേണ്ടത് ഹൈസുലം യമുന്ന തന്നെയാണ്. ഈ മോഡല അല്ലെങ്കിൽ സൗജൈനിയും മറ്റുള്ള ആളൊന്നും മാറ്റിയില്ലാണ്ടാവില്ലേ? അപ്പൊ ഇവനെ അതിർ പറഞ്ഞതിന് അർത്ഥം കിട്ടോ? സൗജൈനീന്റെ കാര്യത്തിലാണ് ആ പറഞ്ഞത്. മറ്റുള്ളവർക്ക് ഹൈസുലം യമുന്നയാണ്. മുഫ്സിദുണ്ട് എന്നറിയപ്പെട്ടാൽ പറ്റൂല, അല്ലാതെ കാലത്തോളം പറ്റും. മറ്റവർക്ക് തന്നെ വേണം. ശുറൂത്ത് ഒത്തിട്ടുണ്ട്, അത് സൗജന്യയുടെ കാര്യത്തിൽ. അപ്പൊ ഇബാറത്ത് വേണ്ടത് ഹൈസുലം യദുന്ന വുജൂദ മുഫ്സിദിൻ എന്ന് തന്നെയാണ്. ഹൈസു തന്നെ വുജൂദ മുഫ്സിദിൻ വുജൂദ ശുറൂത്തിയല്ല, അങ്ങനത്തെ ഹൈസു മുന്ന വുജൂദ് ശുറൂത്തിയല്ല, അങ്ങനത്തെ മോഡൽ വേണ്ട. ലാ ബിശാഹിദിൻ മസ്തൂരിൽ ഇസ്ലാം മസ്തൂറുൽ ഹുറിയ്യ കേട്ടോ. ഇസ്ലാമാണോ കാഫിറാണോ എന്ന് അറിയുന്നില്ല, ഖുർആനാണോ അടിമയാണോ എന്ന് അറിയുന്നില്ല. അതറിയാൻ വരെ നിങ്ങൾക്ക് ആവൂലേ? പിന്നെ എന്ത് ചെയ്ത് സാക്ഷി? അൽവാബു ബിമാനാഹു വൽ ഹുറിയ്യ എന്നല്ല, അവിൽ ഹുറിയ്യ. മസ്തൂറുൽ ഇസ്ലാം മസ്തൂറുൽ ഹുറിയ്യ രണ്ടും രണ്ട് പ്രശ്നമാണ്. അവിടെ എന്ത് പറ്റൂല? വാവ് പറ്റോ? ക്ലിയർ ആയിട്ട് ഇവരുടെ അവസ്ഥ അറിയുന്നില്ല. മുസ്ലിമാണോ കാഫിറാകലും ആരല്ല, മുസ്ലിം ആകലും ആരല്ല. മുസ്ലിം ആയിക്കൂടായിക്കില്ല എന്ന് വെച്ചിട്ട് തട്ടിക്കൊറ്റോ? ഈ രാജ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരല്ലാണ്ട് നിൽക്കൂല, അതൊന്നും പറഞ്ഞിട്ട് വരയില്ല. അതിങ്ങോട്ട് പോയില്ലെങ്കിലോ ഇങ്ങനെ പോരാ, വലിയ പ്രശ്നമായി പോയി. അപ്പം അന്താജി പോരാ, സുമാർ പോരാ. എന്താ വേണ്ടി? അതിന് യഖീൻ ഉറപ്പ് വരുത്തണം. ഇത് അതിന് വിട്ടുകളിയില്ല. ആ അടിത്തറയിൽ മാത്രമേ നിക്കാഹ് തുടങ്ങാൻ പറ്റൂ. ഈ സുഹൂലത്തിൽ വഖൂഫി അറിയൽ എളുപ്പമുണ്ട്. അലൽ ബാത്തിനി ഫീഹിമാ ബുലൂഗോ മിമ്മമറ ബുലൂഗ്, അതും മിമ്മമറ പലരും പറഞ്ഞിട്ടുണ്ടല്ല എന്തല്ലോ ബുലൂഗ്. ഇതേ പ്രകാരം തന്നെയാണ് ബുലൂഗ്. ബുലൂഗ് ഉണ്ടായിരിക്കാം എന്ന് വെച്ചാൽ മതിയാ. ബുലൂഗ് ഉണ്ടാകാം. 227 ഇത് മാത്രമെന്നല്ല, ബുലൂഗ് മാത്രമെന്നല്ല, വേറെയും കുറേ എണ്ണീട്ടുണ്ട്. 227 ഇതല്ലോ എന്താണ് 227 ബുലൂഗ് മാത്രമെന്നല്ല പോലും. അതൊന്നും സുമാറ് പോലെ പോലും ഷാഹിദി ബുലൂഗ് മാത്രമല്ലല്ലോ അവിടെ എണ്ണീനെന്ന്. അതെല്ലാം തടിയാണ്, അതൊന്നും സുമാറ് പറ്റൂല പോലും. പക്ഷേ ഞാൻ ഇമ്മാന മുസ്ലിമൻ ഔ ഹുർറൻ ഔ വാലിദൻ മസലൻ ബാലൻ നിഖാദു, സത്യം തെളിയുന്നതിന് മുമ്പ് തന്നെ നിക്കാഹ് നടത്തി.
പിന്നെ വലിയ ചെക്ക് നോക്കുമ്പോഴേക്ക് എന്തെന്നെ എന്നൊന്നുമില്ല. ഞാൻ പേടിച്ചെന്ന് മാത്രം കുറച്ചു നേരം. അതുപോലെ ഇരിക്കുമ്പോ നമ്മൾ ഉറപ്പുവരുത്തിച്ചാ ഇരിക്കേണ്ടത്. അത് നമ്മളെ വയ്യാതെ ഇതൊന്നും പാലിക്കാണ്ട് ഒരാളെന്താക്കി എന്നിട്ട് വലിയ സത്യം തിരിഞ്ഞാലോ എന്തായി? തമ്മിൽ മസ്തൂറുൽ ഇസ്ലാം മസ്തൂറുൽ ഹുർരിയത്തിന്റെ തോന്നിയവാസം തരീഫ് പറഞ്ഞു കാണും. അതുകൊണ്ട് തന്നെ ജനങ്ങള് ആ താരീഫിന്റെ മേലെ കൊണ്ടുവന്നു എന്തെല്ലോ ചോദ്യങ്ങൾ. മന്ദഫ ബിമാ ദക്കർതുഹു, എങ്ങനെയുള്ള ദക്കർതുഹു അൽ അഖ്റബി ഇലാ ളാഹിരിൽ മതീൻ. ഒരു പരാതിയും എൻ്റെ ചോദ്യത്തിന് എൻ്റെ നേരെ അടുക്കില്ല. ഞാൻ പറഞ്ഞ താരീഫിന്റെ നേരെ ഒരു പരാതിയും ഒരു ക്ഷീണവും വരോ? ആരെല്ലോ എന്തെല്ലോ താരീഫ് പറഞ്ഞു നോക്കുമ്പോൾ ചോദ്യം അധികരിച്ചു, ഉത്തരം പറയാൻ കഴിയാതെ പറഞ്ഞു. എൻ്റെ നേരെ അതൊന്നും അടുക്കില്ല. ഞാൻ നല്ല സൂട്ടബിളായ താരീഫാണ് കൊടുത്തത്. കണ്ടില്ലേ? പരവുബാന തെളിഞ്ഞാൽ എന്താ തെളിഞ്ഞത്? എന്താ തെളിഞ്ഞത്? വലിയ ഫാസിഖാണ് തെളിഞ്ഞില്ലേ? എന്താ ഷാഹിദൈനി ഫാസിഖാണെന്ന്? അല്ല അതിലൈനി അവിൽ മസ്തൂറൈനി ഔ ഗൈറുഹു മിൻ മവാനി നിക്കാഹി, അല്ലെങ്കിൽ ഫിസ്കല്ല വേറെന്തല്ലോ തെളിഞ്ഞു. ഇദ്ദഅഹു വാരിസുഹു, സിഹറിനെയോ ജുനൂനിനെയോ ആര് ബാധിച്ചു? ആരെ വാരിസ്? വാരിസുഹു എന്താണ്? അത് വാരിസുഹാ, വാരിസുഹുമാന്നല്ല, വാരിസുഹു അത് വാരിസുഹാ. പുള്ളിക്കഥ സിമ്പിള്. ഉമേന്ദ്രി പിന്നെ ഉമേന്ദ്രി വാരിസുഹു അത് വാരിസുഹാൻ. അഹദുസൗജനിയാണെങ്കിൽ നമ്മൾ ചൊല്ലിക്കൊള്ളില്ല. ബാധിച്ചത് ആര്? വാരിസുഹു അല്ലെങ്കിൽ വാരിസുഹാ. അപ്പൊ ഇവിടെയും സുഹൈഫയിൽ ചെറുവാനി കാക്കണം. വാരിസുഹാ നോക്കുമ്പോഴേക്ക് വഖദ് ഉഹിദ, അറിയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അംകനാന്നേ പറയാൻ പറ്റൂ. കുട്ടീൻ്റെ അടുത്ത് അറിയപ്പെടൽ ജുനൂനിൻ്റെ അടുത്തേ ഉണ്ടാവും. രണ്ടിലേക്കും ചേർത്തിട്ടാ വഖദ് ഉഹിദ. അറിയപ്പെട്ടിട്ടുണ്ട് എന്നോ ചെറുതാന്നുള്ളതുണ്ട്. അങ്ങനെ അറിയപ്പെടൽ അംകനെയാണ്. ഉഹിദ എവിടെ ഉണ്ടാവും? ജുനൂനിലാണ്. അപ്പൊ രണ്ടിനും കൂടെ തഗ്ലീബാക്കിയിട്ട് വാർത്തിട്ടതാണ് എന്ത്? അംകന ഉഹിദ. സിലറിന്റെ അടുത്ത് അംകന, ജുനൂനിന്റെ അടുത്ത് തെളിയിച്ച് എനിക്ക് എന്തുണ്ട്? എന്തെല്ലാം കൃതി ഭാഗത്തിലെ നെനിയൊന്നും പറഞ്ഞിട്ട് പറയില്ല. പോയതന്നെ ഒന്നും ചികിത്സയില്ല. കമാലോ കാഫിറൈനി എന്നതുകൊണ്ട് പോയി മുമ്പോ ഫാസിഖായിരുന്നു. ഇക്കൊല്ലമാണ് നിക്കാഹ് നടന്നത്. കണ്ടടിക്കാൻ കള്ളു കുടിച്ചിട്ട് പോലും ഒരാള് രേഖ കൊണ്ടാകും. അത് നോക്കോ, അതിന്റെ ശേഷം ആള് മാറൂലേ? അന്നേരത്തത് തെളിവാക്കോ? ഇല്ല. പക്ഷേ അന്നേരത്തെ ഫിസ്ക് ഇപ്പോഴും പ്രശ്നം തന്നെയാണെങ്കിലോ, ഇസ്തിഗ്റാഇന്റെ കാലഘട്ടം കഴിയാനായിട്ടില്ല. എന്നാ അന്നത്തെ ഫിസ്കു ഇന്നത്തെ ഫിസ്കു ഒരുപോലല്ലേ? ചിന്തിക്കേ. അവന്റെ ഫിസ്കുണ്ട് എന്ന് ബോധ്യപ്പെടല്ലേ?
ഒരു കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പ് അതൊക്കെ തബയ്യുനിഹി എന്താവും? കാരണം രണ്ടു തന്നെയല്ലേ സാക്ഷിക്ക് വെച്ചോ? ആ പക്ഷെ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടാ. എന്താ ബുദ്ധിമുട്ട്? ഇസ്തിബ്രാഇന്റെ കാലഘട്ടം കഴിയുന്നതിന് മുമ്പ് തന്നെ ഓൻ ഫാസിഖാണ്. എന്നാ ഇപ്പം ബില്ല് തന്നത്, അതായത് 6 മാസം 8 മാസം മുമ്പ് ഓൻ ഫാസിഖാണ്. എന്നാ ഇപ്പം ഫാസിഖായ കണക്കന്നെയല്ലേ, കേൾക്കണ്ടേ? പക്ഷെ അത് എവിടെ നടക്കുള്ളൂ? ഷാഹിദിന് മാത്രമേ ആവുള്ളൂ. ഷാഹിദ് മാത്രല്ലല്ലോ നിങ്ങൾ ഇബാറത്തിട്ടത്. ഫിസ്കുൽ വലിയ അവിഷാഹിദിനില്ലേ? അപ്പൊ ഇതാവോ? വലിയന്റെ അടുത്ത് നിങ്ങൾ 156 അക്കമിട്ട് പറഞ്ഞത് എന്താ? സാക്ഷി പോലെയല്ല. അപ്പൊ അവിടെ പ്രശ്നം തന്നെയല്ലേ? അങ്ങനെ ചോദ്യം ചെയ്യുന്നുണ്ട് പിന്നെ ഖാസിം ശർവാനി. ഇപ്പം തെളിഞ്ഞാലും ഇസ്തിബ്രാഇന്റെ മുമ്പ് തെളിഞ്ഞാലും രണ്ടുപേരും പോലെ കൊള്ളൂലല്ലോ എന്നതേടെ പറയാൻ പറ്റൂ. അവിടെ കൊള്ളും 156 അങ്ങനെയല്ലേ എഴുതി വെച്ച്. എന്നാ നിങ്ങള് മലവുമാന ഫിസ്കു ഷാഹിദിനി മത്തിനായിട്ട് നിലനിർത്ത്. അങ്ങനെയല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. മത്തിനിന്റെ കൂടെ വലിയ കൂട്ടിയിട്ടില്ലേ? അവർ പോലെയാ 156 പ്രശ്നമാക്കിയിട്ടുണ്ട്, ആകെ കലക്കി മറിച്ചിട്ടുണ്ട്. നിങ്ങൾ ഫിസ്കുൽ വലിയ നിങ്ങളുടെ കൂട്ടിയിട്ട് ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ പറ്റോ? എന്നാ മത്തിനിന് മാത്രം ഇത് ഷാഹിദിനിക്കത്ത് അങ്ങനെ തന്നെ. അതായത് ഇവ മോശമാണ് 6 മാസം മുമ്പ് മോശമാണ് എന്ന് നമുക്കിപ്പം തെളിവ് കിട്ടിയാൽ ഇപ്പം മോശമായ അതേ വിധിയാണ്. കാരണം അന്ന് മോശമായിട്ടുണ്ടെങ്കിൽ ഇസ്തിബ്ര ചെയ്യണ്ടേ, അതിന് ഒരു കൊല്ലം പൂർത്തിയാകണ്ടേ? അതായോ? അതും പുറത്തുപോയി. ഇപ്പം ഈ കാലഘട്ടത്തിൽ ഫാസിഖാണ് കഴിഞ്ഞ ശേഷം അതും പുറത്തുപോയി. പ്രശ്നമാക്കണ്ട. ശേഷം വിടക്കായതാണ് എന്ന് പറഞ്ഞാൽ മതി. എന്താ നടന്നത്? ഇപ്പൊ തമ്മാടിയാന്നും പറയുന്നു. തമ്മാടിന്ന ഇപ്പം തമ്മാടിന്ന എന്നാ പ്രശ്നം ഉണ്ടാ? അതെ, വൈന്യമായ ഫിസ്കു എങ്ങനെ ബോധ്യപ്പെടല്? ഫിസ്കുൽ വലിയ ഫിസ്കു ചായത് കാവിക്കുള്ളി കള്ളി തിരിഞ്ഞാൽ മതി. എത്ര എന്നാ ഏത് കൊമ്പം പറയുന്നത് എടുക്കണ്ട. കാവിന്റെ മനസ്സ് ആലിമീങ്ങളുടെ മനസ്സാണ് അർസിനേക്കാണ് വലുത് എന്ന് പറഞ്ഞില്ലേ? അവർക്കെന്തോ കണ്ടിട്ടുണ്ടാവും. കേറിയിട്ടുണ്ടാക്കണം, ആ പ്രശ്നം ഉന്നയിക്കാൻ നിൽക്കണ്ട. ഉന്നയിക്കുമ്പോഴൊക്കെ സമയം തെറ്റു. കേറിയിട്ട് തന്നെ ഇവിടെ മംഗലം നടന്നു പറഞ്ഞ നീ മതിയാപ്പട ഇറങ്ങിടത്ത് കേട്ടോ. പക്ഷേ എന്റെ ഈ കാര്യം ശരിയാണോ, ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു എന്ന് ഏതോ ഒരു പണ്ഡിതന്റെ അടുത്ത് പോയി ചോദിച്ചു. ഓർക്കൊത്തിട്ട് ഒരു മത്തനെയും പറഞ്ഞു. ഒരു ഗവേഷണത്തിന്റെ ആള് ഓരോ മതവിനൊത്തിട്ട് ഇക്കതിന് ഒരു പൊട്ടവും ഇല്ല. അന്നേരം പിന്നെ നമുക്ക് ഇടപെടാൻ പറ്റോ? ആ മതവ് പ്രകാരം എന്തായി? അങ്ങനെ വരും. ഔവിവേചനത്തിന് ഹിസ്ബ അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാണിച്ചുകൊണ്ടുള്ള തെളിവ്, അല്ലാതെ വലിയ കാര്യലാഭത്തിന് വേണ്ടിയിട്ടുള്ള തെളിവ് എല്ലാം പറ്റും. തശ്ഹദു ബിഹി, തശ്ഹദു ആ വൈനത്ത് സാക്ഷി നിൽക്കുന്നു. ബിഹി മുഫസ്സറൻ. ബിഹി എന്ന് പറഞ്ഞാൽ ഏതുകൊണ്ട്? ഫിസ്കു കൊണ്ട്. ഫിസ്കു കൊണ്ട് എങ്ങനെ സാക്ഷി നിൽക്കുന്നത്? രണ്ടും ഫയലായിട്ട് വെച്ചൂടെ? ബിഹി എന്ന് പറഞ്ഞാൽ ഫിസ്കു കൊണ്ട്, അല്ലെങ്കിൽ കൈറു കൊണ്ട്. ബയ്യനത്ത് പറയുന്ന സബബിനെ, ഫിസ്കിന്റെ സബബിനെ, ഗൈറിന്റെ സബബിനെ ആകായില്ലേ? ഇനി തശ്ഹദു എന്ന് പറഞ്ഞാൽ ആള് എന്നല്ലേ, പുല്ല് എന്നല്ലേ? ഓരോരുത്തരും സാക്ഷി നിൽക്കുന്നു. മുഫസ്സിറൻ
അവർ തന്നെ എന്താക്കിക്കൊണ്ട് ഓരോന്ന് തഫ്സീർ നൽകിക്കൊണ്ട് ഇപ്പൊ എങ്ങനെയും വായിക്കാം നല്ലത് ആലാക്കൽ എളുപ്പം സവാഉൻ അകാന ഷാഹിദു മസ്തൂറൻ അമ്മദിൽ നിക്കാഹിനെ പങ്കെടുത്ത സാക്ഷി മസ്തൂറോ ആദിലോ അത് നോക്കിയിട്ടില്ല. അതല്ല ഫിസ്കുണ്ട് എന്ന് പറഞ്ഞാൽ പോയി. അതിൽ പങ്കെടുത്ത സാക്ഷി അങ്ങനത്തതാണെങ്കിൽ അങ്ങനെ, ഇങ്ങനത്തതാണെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഉണ്ടാ പിന്നെ എന്താ ഫിസ്ക് തെളിഞ്ഞാൽ പോയത് തന്നെയല്ലേ. സവാഉൻ അകാന ഷാഹിദു മസ്തൂറൻ അം അദിലൻ എന്താണ് എല്ലാം കണക്കന്നെ. ഖിലാഫൻ ലിമൻ ഫസല മാറി വാദിച്ചവർക്കെതിരായിട്ട് എന്താ മസ്തൂറാണെങ്കിൽ ഒന്നുമില്ല പോലും. മസ്തൂറിന്റെ ഫിസ്ക് തെളിഞ്ഞാലൊന്നുമില്ല. കാരണം തെളിയാൻ സാധ്യത കൂടുതലുണ്ട്. ഒന്ന് തെളിഞ്ഞോട്ടെ, എവിടെ തെളിഞ്ഞാലേ ബുദ്ധിമുട്ടുള്ളൂ അല്ലേ? ഇങ്ങനെ പറഞ്ഞവരുണ്ട്. മസ്തൂറിൻ്റെ അടുത്ത് അക്കുവല്ലേ, അതുകൊണ്ട് പിന്നീട് ഫിസ്ക് തെളിഞ്ഞാലും എന്തില്ല. കാരണം നമുക്ക് പണ്ടെന്നെ അറിയാം ഫിസ്ക് തെളിയാൻ സാധ്യത ഉണ്ട് എന്നിട്ടും നിങ്ങളെ അഫു തന്നില്ലേ എന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെയാണോ? ബാബുൽ ഖദായിൽ ഇതൊക്കെ വേണ്ട പോലെ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇവിടെ നോക്കി പഠിച്ചാലൊന്നും ആവില്ലോ. നിങ്ങൾ ഇതിന്റെ കഥ ഷാഹിദൈൻ ഫിസ്കാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പം വരവോ ഇല്ലേ? അത് രണ്ട് കൂട്ടർ തർക്കിക്കുന്നുണ്ട്. നിങ്ങൾ പരിശുദ്ധമായ സാക്ഷിനെ മാത്രമേ എടുക്കുള്ളൂ എന്ന് പിടിക്കുന്നെങ്കിൽ പ്രിയ ഫിസ്ക് തെളിഞ്ഞാണ് കയറാറ്. അതൊരു വഞ്ചിക്കൽ തന്നെ ആയില്ലേ? മസ്തൂറാകുമ്പോ അവിടെ ഫിസ്ക് ഉണ്ടാകാൻ നല്ല സാധ്യത പണ്ടെന്നെ ഇല്ലേ? പിന്നെ ഫിസ്ക് തെളിഞ്ഞാൽ എന്തുണ്ട്? ഈ ജാതി ഈ കോംപ്ലിക്കേഷൻ കൈകാര്യം ചെയ്യേണ്ടത് 10 ജ്യൂസ് 10 ഓതിന്നും പറയും. ഓതി നിങ്ങൾ നീങ്ങുന്നില്ല. 10 ഷാഹിദിന്റെ ഫിസ്ക് ഗുരുതരം തന്നെയാണ്. സവാങ്കാന ആ ഷാഹിദ് ആയാലും സമമാണ് ഹഖീഖിയായ ഷാഹിദ് അല്ലെങ്കിൽ മസ്തൂറായ ഷാഹിദ്. എല്ലാം കണക്കന്നെ. ഫിസ്ക് അറിഞ്ഞാൽ എല്ലാത്തിനെയും പിടിച്ചു പുറത്താക്കും. ഇപ്പൊ 10,162 10,162 ഇങ്ങനെ കണ്ടെത്തുന്ന വലിയ പണിയില്ല. എത്രയും വന്ന പോലെ 162 10 ആടെ പഠിച്ചാലാന്ന് നേർക്ക് കിട്ടും. ഇവിടുത്തെ പോലെയല്ല. എത്ര സാക്ഷിയാക്കി കൊണ്ടാന്ന് നല്ല ഫാഷൻ കണ്ടിരുന്നു പോലും വയ്യ പൊട്ടാണെന്ന് അറിഞ്ഞ് എന്ത് വേണമെന്ന് പറഞ്ഞാ പോയി. അവിടെ മസ്തൂറും മറ്റേതും വേർതിരിച്ചോ? തിരിഞ്ഞില്ലേ? ണ്ടല്ലോ. നിങ്ങൾ 230 പങ്ക് തെളിയിച്ച ആളല്ലേ? മസ്തൂറുള്ള കാലത്തിന്റെ മസ്തൂരിയത്ത് പോയി പോലും ഒരാള് കുറവാക്കിയാൽ പോലും ഒന്നും എണ്ണി പറയാണ്ട് തന്നെ ഇവ പോരാ ഒന്നും കൊള്ളൂല എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞതോ അത് മഹലു ഭീമാ കബുലല്ലാത്തതാണ്. അത് അക്കിതിന്റെ മുമ്പാണ്. അവിടെ തന്നെ പരസ്യം കൊടുത്തിട്ടുണ്ട്. ആ അങ്ങനെയൊന്നും പോരാ. ശക്തിയുക്തം തന്നെ തെളിയിക്കണ്ടേ? ആടെ ഇങ്ങനെ കാശുമൊന്നും ശരിയാക്കും. ജവാബിനമായി കാലും അതൊന്നും ശരിയാക്കും. എന്നെ സത്ര എന്റെ പുറം യസൂലു ബിമാ ദുക്കിറാൻ യസൂലു ബിമാ ദുക്കിറാൻ ഇബാറത്ത് ശരിയില്ല. ഇനി ഖാസിം ശരിയായ എന്തേ യസൂലു ബിമാ ദുക്കിറയാക്കണം. അല്ല ഇതെന്താ മുഫസ്സറാക്കണോ രണ്ടാള് വേണോ എന്നെല്ലാം പറഞ്ഞു.
പിന്നെ ഏതോ മഹാൻ പറഞ്ഞിട്ടുണ്ട് പോലെ ഒരാൾ മതി, തഫ്സീർ ചെയ്യേണ്ടതുമില്ല പോലും, ഇവൻ കൊള്ളൂല എന്ന് പറഞ്ഞാൽ തന്നെ വായിക്കണം പോലും. അതോ ഇതോ അപ്പൊ നടന്നയാൾക്ക് പൊളിക്കണ്ടിക്ക് നല്ലോണം തെളിവുകൊണ്ടേ. നിന്നിക്കാതെ ഈ ദാഹിറൻ നിക്കാതെ നടക്കേണ്ട പോലെ നടന്നില്ലേ, അപ്പൊ വേഗം പൊളിക്കാൻ കഴിയില്ല. പിന്നെ സുബൂത്താക്കാൻ തന്നെ വേണം, ഇത്ര ആളെ കൊണ്ട് അതന്നെ തഫ്സീറോട് കൂടിയാവണം.